ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെയർ പാക്കിനെ കുറിച്ചാണ്. ഹെയർ ഡൈ അല്ല, ഹെയർ പാക്കിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് എന്നോട് ഹെയർ ഡൈ ഒക്കെ വാങ്ങിച്ചിട്ടുള്ളവരും എൻ്റെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ടുള്ളവരും എനിക്ക് കമൻ്റ് ഇടുക കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വാട്സപ്പ് നമ്പർ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് ഇടുക, എങ്ങനെയാണ് നിങ്ങൾക്കത് യൂസായോ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓർഡർ ഒരു ദിവസമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് അയച്ചവരുടെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. നമ്പറൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേരിൽ തന്നെ ചിലപ്പോൾ 3-4 പേര് അതേപോലെ ഉണ്ടാവും. പേര് ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അഡ്രസ്സ് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം ഈ അയച്ചവർക്കൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഹാങ് ആവും, ബാക്കിയുള്ളവർ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ കമൻറ്റ് ബോക്സിലോ, എനിക്ക് ഒരുപാട് കമൻറ്റ് ഷെയറൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ വേണ്ടതാണ്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ കമൻറ്റ് നിങ്ങൾ ഇതിലും ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ആ നമ്പർ ഉണ്ടല്ലോ അതിലും ഇടുക കേട്ടോ. എൻ്റെ പ്രൊഡക്റ്റൊക്കെ യൂട്യൂബിൽ നിന്ന് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ ഒരുപാട് പേര് അത് നന്നായിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡിലീറ്റായി പോയവരുടെയൊന്നും എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ ഹെയർ പാക്ക് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടാണ്. ഹെയർ പാക്ക് വന്നിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, എപ്പോഴോ ഇടാൻ പറഞ്ഞതാണ്, 2 മാസമായി ഇടാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ പ്രൊഡക്റ്റുകളുടെ ഓരോന്ന് ഡീറ്റെയിൽ പറഞ്ഞ് ഓരോ വീഡിയോ ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. ഇത് വന്നിട്ട് ഹെയർ പാക്ക്, ഹെയർ ഡൈ അല്ല, ഹെയർ പാക്കാണ്. അതായത് ഹെന്നയൊന്നും അല്ല. നിങ്ങൾ ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ പലരും ഒരുപാട് സംശയങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ ഹെന്ന പോലെയുള്ളതല്ല, മൈലാഞ്ചി പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല. ഇത് നീലാംബരിയാണ് മെയിനായിട്ട്. നീലാംബരി ഞാൻ പറഞ്ഞില്ലേ, ഹെയർ ഡൈയിൽ ചേർക്കുന്ന പനിക്കൂർക്ക, ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് മനസ്സിലായില്ലേ. അപ്പോൾ അതൊക്കെ അളവിന് ചേർത്താലേ ആ മുടിക്ക് ഒരു കറുത്ത നിറം വരികയുള്ളൂ. അപ്പോൾ ഈ പൊടി വന്നിട്ട് ഹെയർ പാക്കാണ്, ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം. ഇത് പറയാൻ കാരണം ഒത്തിരി പേര് ചോദിച്ചത്, ചെറിയ കുട്ടികൾക്ക് തന്നെ ഒരു 10 വയസ്സിലൊക്കെ, അത് പാരമ്പര്യമാണോ എന്താണെന്ന് അറിയില്ല, അവർ നരച്ചു പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഹെയർ ഡൈ യൂസ് ചെയ്യാമല്ലോ പറഞ്ഞിട്ടാണ്. അതായത് എൻ്റെ ഈ കെമിക്കലൊന്നും ഇല്ലല്ലോ, അപ്പോൾ യൂസ് ചെയ്യാമല്ലോ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു കെമിക്കലും ഇല്ല. പക്ഷെ ഞാനത് സെറ്റാകാൻ വേണ്ടിയിട്ട് ചെറിയ ഇത് ചേർക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, സിട്രിക് ആസിഡ്, അതുപോലെയുള്ള ബെറിക് ഓക്സൈഡ് അങ്ങനെ പോലെയുള്ള ചെറിയ ഒരു മൈൽഡായിട്ടുള്ളത് ചേർക്കണമുണ്ട്. ബാക്കിയുള്ള കെമിക്കൽസ് നിന്നൊന്നും ഇതിൽ കെമിക്കൽസ് ഒന്നും ഇല്ല. കേട് വരാതിരിക്കാനും സെറ്റാകാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അത് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇടുമ്പോൾ അത് ശരിയായില്ലല്ലോ. വേണമെങ്കിൽ ഇടാം, പക്ഷേ ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ചേച്ചി പറഞ്ഞിട്ടാണ് പറയില്ലേ. അപ്പോൾ അത് കാരണം ഹെയർ ഡൈ ഒന്നും ചെറിയ ഒരു 10 വയസ്സ് കുട്ടികളോട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ഹെയർ പാക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടാം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി ഹെയർ പാക്കാണ്. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ, മുതിർന്നവർ വരെ, വയസ്സായവർ വരെ ഇടാം. ഇത് എണ്ണയിലും വേണമെങ്കിൽ, ഈ പൊടി നിങ്ങൾക്ക് എണ്ണയിലും വേണമെങ്കിൽ ഒരു സ്പൂണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇട്ടിട്ട് എണ്ണ കാച്ചി എടുക്കുക കേട്ടോ. ഇത് നീലാംബരി, പനിക്കുർക്ക, വേപ്പില, ഈ ഹെയർ ഡൈൻ്റെ എല്ലാ സാധനങ്ങളും തന്നെയാണ് അതിൽ വരുന്നത്. ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പൊടിയൊക്കെ ഇല്ല, ബീട്രൂട്ടിൻ്റെ പൊടി. അപ്പോൾ അതൊക്കെ തന്നെയാണ്. എനിക്ക് പൊടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ ഓണായിട്ടുള്ള, എനിക്ക് ആയുർവേദ ഷോപ്പുകളൊക്കെ ഉണ്ട്, അവിടെ ഓണായിട്ടുള്ള പൊടികൾ എനിക്ക് കൊണ്ടുതരും. എന്നാലും എനിക്ക് തൃപ്തിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ പൊടിയൊക്കെ ചിലപ്പോൾ കളറായിരിക്കുമോ പറഞ്ഞിട്ട് മാക്സിമം ഞാൻ പൊടിച്ച് വയ്ക്കും. വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ ആയിട്ട് നല്ല ഡ്രൈ ആയിട്ട് പൊടിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ ആ പൊടികളൊക്കെ ചേർത്തിട്ടുള്ളതാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പൊടി കേട്ടോ. അപ്പോൾ ഇതാണ് പൊടി കണ്ടോ. ഇത് നീലാംബരിയൊക്കെ ചേർത്തിട്ടുള്ളത്. കൂടുതലും കുറച്ചധികം നീലാംബരിയാണ് വരുന്നത്. പിന്നെ ചെമ്പരത്തി അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല, കറുവേപ്പില അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ബൗളിൽ ഇതേപോലെ ഡൈ കലക്കുന്ന പോലെ എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ബ്രഷാണ്, ഞാൻ എപ്പോഴും ബ്രഷ് കൊണ്ടാണ് എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണക്കി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടാകും എൻ്റെ എളുപ്പത്തിന്. നിങ്ങൾ സ്പൂണിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടിട്ട് നിങ്ങളെന്താ ചെയ്യുക, മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച്, ഒന്നും ചെയ്യണ്ട, വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തലേദിവസം രാത്രി തന്നെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് 2 മണിക്കൂർ മാത്രം മിക്സ് ചെയ്ത് വെച്ചാലും മതി. പക്ഷേ ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇത് ബ്ലാക്ക് കളറാകും കേട്ടോ. ഡൈ പോലെ തന്നെ ബ്ലാക്ക് കളറാവും. പക്ഷെ ഒരാഴ്ചയൊന്നും നിൽക്കില്ല. ചിലവർക്ക് 1 ദിവസം 2 ദിവസം അങ്ങനെയൊക്കെ.
അപ്പോൾ നിങ്ങൾ ഡെയിലി രാത്രി മിക്സ് ചെയ്തിട്ട് കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തലയിൽ കയ്യിൽ തന്നെ ഇങ്ങനെ ഇതിപ്പോൾ ഡൈ ഒന്നും അല്ലല്ലോ, കയ്യിൽ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് നരച്ച മുടിയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ നരയ്ക്കാത്ത മുടിയിലോ മൊത്തം ഹെയർ പാക്ക് പറയുമ്പോൾ മുടി മൊത്തം നമ്മൾ ഹെന്ന ചെയ്യുന്ന പോലെയുള്ള ഒരു പാക്കാണിത്. പക്ഷേ ഇതിൽ മൈലാഞ്ചി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ റെഡ് ആകുമോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. മൈലാഞ്ചിയെ ഇതിൽ ചേർത്തിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഇത് കുട്ടികൾക്കടക്കം മുതിർന്നവർക്ക് വയസ്സായവർക്ക് എല്ലാം ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെടുത്തിട്ട് എണ്ണ കാച്ചിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എണ്ണ കാച്ചി യൂസ് ചെയ്യുന്നവർക്ക് എണ്ണയിലിട്ടിട്ട് തലേ ദിവസം രാത്രി എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിലിട്ട് വെച്ചിട്ട് രാത്രി അതോടെ തേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിച്ച് വെച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി പാക്കാണ്. ഇത് മുടി കൊഴിച്ചൽ മാറും, ഷാമ്പൂ ഇട്ട പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ഡൈ ഒന്നും യൂസ് ആയുർവേദ അല്ല കെമിക്കൽ ഇല്ലാത്ത ഡൈയും യൂസ് ചെയ്യാത്തവർക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ല മുടി കറുത്തിട്ട് വരും കേട്ടോ. മുടി നല്ല കട്ട കറുപ്പായിരിക്കും. പക്ഷേ ഞാനൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡൈയൊക്കെ യൂസ് ചെയ്യുന്നത് ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഡെയിലി ഇങ്ങനെ രാത്രി അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്പം തന്നെ തേക്കും, എന്നിട്ട് പോയി കുളിക്കും. അങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ കയ്യിൽ തന്നെ എടുത്തിട്ട് ഇതിപ്പോൾ നിങ്ങൾ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്താലും അല്ല ഹെന്ന പാക്ക് പോലെ കൈ കൊണ്ട് നിങ്ങൾ കഴുകിക്കഴിഞ്ഞാൽ അത് പോകും. പക്ഷെ ചിലവരുടെ നഖത്തിലൊക്കെ പിടിക്കും കേട്ടോ. വേണമെങ്കിൽ ഗ്ലൗസ് ഇട്ടോളൂ. ഇതിൽ വേറെ ഇതൊന്നുമില്ല, പക്ഷേ ഇത് ഡൈ പോലെയൊക്കെ കയ്യിൽ പിടിക്കും ചിലപ്പോൾ കേട്ടോ. ഇതിൽ വേറെ ഒരു ഇതും ചേർത്തിട്ടില്ല, ഒറ്റ ഇതും ചേർത്തിട്ടില്ല, വെറുതെ ഇലപ്പൊടികളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് ഇടാൻ കാരണം കുറേ പേര് ചോദിച്ചു കുട്ടികൾക്ക് ഇടുന്നത് വല്ലതും ഉണ്ടോ പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടികൾക്ക് തൊട്ട് ഇടാനുള്ളതാണ്. മുടി കൊഴിച്ചൽ മാറും, മുടി നല്ലോണം വളരും, അതുപോലെ കറുപ്പാകും കേട്ടോ. മുടിയൊക്കെ കറുപ്പാകും. നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ വെക്കുക, രാത്രി മിക്സ് ചെയ്ത് വെക്കുക, വെറുതെ വെള്ളത്തിൽ കേട്ടോ. ഞാൻ എത്ര പറഞ്ഞാലും ഓരോരുത്തർ ചോദിക്കും ചായ വെള്ളം വേണോ മഞ്ഞപ്പൊടി വേണോ എന്നൊക്കെ പറഞ്ഞിട്ട്. വെറും പച്ചവെള്ളത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളമില്ലേ ആ വെള്ളത്തിൽ നിങ്ങൾ അറിയാമല്ലോ ഇങ്ങനെ ഒലിച്ചു പോകാത്ത രീതിയിൽ നല്ലോണം ഡൈല്യൂട്ട് ചെയ്ത് കലക്കി വെക്കുക രാത്രി, തലേദിവസം രാത്രി. രാവിലെ എടുത്തിട്ട് തേക്കുക. സമയമില്ലാത്തവർക്കൊക്കെ 1 മണിക്കൂർ രാവിലെ എണീറ്റിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഹെന്ന പോലെ മുടിയിൽ മൊത്തം, നരച്ച മുടിയുള്ളവർ കുറച്ച് നരച്ച മുടിയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് മുടി മൊത്തം തേക്കുക. ജെൻസിനും ഇത് യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇത് പേടിക്കാതെ തന്നെ പിരികത്തൊക്കെ ബാക്കി വരില്ലേ അതൊക്കെ പിരിയത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് കുളിച്ച് നോക്കൂ. പിരികമൊക്കെ കറുത്തിരിക്കും കേട്ടോ. പിരിയത്തിൻ്റെ മുടിയൊക്കെ വളർന്നു വരും. ഇത് ഡൈ ഒന്നും അല്ലല്ലോ, അപ്പോൾ പിടിച്ചൊന്നും ഇരിക്കില്ല. ഇടുമ്പോൾ നല്ല കറുത്തിരിക്കും. ഇങ്ങനെ ബ്രഷ് കൊണ്ട് തന്നെ മുടിയിൽ മാത്രം ഇടുക. സ്കിന്നിലിട്ടാലും വലിയ വേറെ അലർജി ഒന്നും വരില്ല. ചിലപ്പോൾ ചെറുതായിട്ട് കുരു പോലെ എന്തെങ്കിലും അലർജി ഉള്ളവർക്ക് വരും. അത് സാരമൊന്നും ആക്കണ്ട, അത് പോവുകയൊക്കെ ചെയ്യും, പഴുത്തൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ പിരികത്ത് ഞാൻ തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പണ്ടും പോലെ പിരികമൊന്നും അധികമില്ല. ഞാൻ ഇതുവരെ പിരികമൊന്നും ഷേപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയാണ്. പണ്ടൊക്കെ പിന്നെ ഞാൻ ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന സമയത്ത് അവർ പറയില്ലേ എൻ്റെ അടുത്ത് ഇതുപോലെ മാഡം ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളെ ഷേപ്പ് അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഐബ്രോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പിരികം ഷേപ്പ് ചെയ്തിട്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഒന്നും കുറേ വർഷങ്ങളായി പിരികം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പിരികത്തും തേക്കാട്ടോ, ജെൻസിനും അതുപോലെ മീശയിലും ഒക്കെ തേക്കാം. നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കറുപ്പാവും, പക്ഷേ ഒരാഴ്ചയൊന്നും നിൽക്കില്ല. ചിലപ്പോൾ 1 ദിവസം 2 ദിവസം അങ്ങനെയൊക്കെ നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വാങ്ങുക. ഈ ഹെയർ പാക്ക് ഓരോരുത്തർ ചോദിച്ചത് കൊണ്ടാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡബ്ബയിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, കയ്യിൽ കാണിച്ചു തരാം. ഞാൻ കുളിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഒന്നും ഡൈ ഇടുന്ന പോലെ ബ്രഷ് കൊണ്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. വെറുതെ തന്നെ അങ്ങനെ തേച്ചിട്ട് അപ്പം തന്നെ കൈ കഴുകി കളയുക കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് ഒരു പാക്കിന് ഇത്രയുള്ള ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, തുറക്കാൻ പറ്റില്ല. കണ്ടോ, ഇത് ഫുള്ളുണ്ടാവും, ഇത്രയും ഫുള്ളുണ്ടാവും. 150 രൂപയാണ് കേട്ടോ, കൊറിയർ ചാർജ് അടക്കം കേട്ടോ. ഞാൻ എല്ലാത്തിലും പറയുന്നതാണ്. ഓരോരുത്തർ ചോദിക്കും പൊടിയുടെ വില എത്രയില്ലേ മറ്റേതെന്ന്. അപ്പോൾ ഇത് ഞാൻ കൂട്ടി തന്നെയാണ് പറഞ്ഞിരിക്കുക. 100 രൂപയാണ് ഇതിൻ്റെ ഇത് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നത്. കൊറിയർ ചാർജ് അടക്കം 150 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹെയർ ഡേയും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്, അതിലിങ്ങനെ പറഞ്ഞില്ലേന്ന്. കൊറിയർ ചാർജ് എക്സ്ട്രാ ഞാൻ പറയാത്തതാണ്. അപ്പോൾ അവർ മെസ്സേജ് ഇടുമ്പോൾ പറഞ്ഞിട്ടാണ്. പൊടിയുടെ വില മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പൊടി ഞാൻ ആദ്യമേ തന്നെ പറയാം, കൊറിയർ ചാർജും കൂടി ചേർത്തിട്ടാണ് 150 രൂപ കേട്ടോ. 100 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്, അയച്ചു കൊടുക്കുന്നത്. അടുത്തുള്ളവർക്കൊക്കെ 100 രൂപയാണ്. ആ വിലയാണ് ഞാൻ അതിലൊക്കെ പറഞ്ഞത് കേട്ടോ ഓരോന്നും. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റൊക്കെ വാങ്ങി നോക്കുക, യൂസ് ആയവർ കമൻ്റ് ഇടുക ഒക്കെ ചെയ്യുക കേട്ടോ.
വാങ്ങിക്കണമെന്നൊന്നുമല്ല, ഒരു കെമിക്കൽസും ഒന്നുമില്ല. ഇത് പറ്റിക്കാത്ത ഇതാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അല്ലാത്തവർക്ക് റിച്ചായവർക്കും വാങ്ങിക്കാം, മനസ്സിലായില്ലേ? പക്ഷേ നമ്മൾ സാധാരണക്കാരായ ആളുകളാണ് പറ്റിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, ഞാനും ഒരു സാധാരണക്കാരിയുടെ മനസ്സും സാധാരണക്കാരിയുടെ എല്ലാമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ്, എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഹെയർ പാക്ക് ഇടാൻ പറഞ്ഞപ്പോൾ ഇട്ടതാണ്. ഇത് അടിപൊളിയാണ്. നിങ്ങൾ ഡൗട്ടുള്ളവരൊക്കെ മെസ്സേജ് അയച്ചോ കമൻറ്റിലൊക്കെ ചോദിക്കുക കേട്ടോ. ഇതും കറുപ്പാവും, പക്ഷേ ഒരാഴ്ചയൊന്നും നിൽക്കില്ല, ഡൈ അല്ലല്ലോ. അപ്പോൾ അത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക വേണ്ടവർക്ക്, പിന്നെ എന്താണ്, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ.